കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്തേ. വേർബൽ കഥയുടെ കഥയുടെ രണ്ടാം ഭാഗം ഞാൻ പറഞ്ഞങ്ങനെ നിർത്തിയിരിക്കുക സസ്പെൻസിൽ. വേർബൽ അക്ബർ പാദുഷ രാജകുമാരിയെ കാണാനായിട്ട് കാട്ടിൽ ചെന്നു. അപ്പോൾ പറഞ്ഞു, അങ്ങ് നല്ല ഉത്തമ കുല ജാതനാണെങ്കിൽ, ഭാര്യ ഉത്തമ സ്ത്രീയാണെങ്കിൽ, നിഷ്കളങ്കമായ നിഷ്ക്രിയൻ, നല്ല ഹൃദയമുള്ള ആളാണ്, സഹൃദയനാണ് അങ്ങെന്നുണ്ടെങ്കിൽ, അങ്ങ് സത്യസന്ധനാണെങ്കിലൊക്കെ രാജകുമാരിയെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള വിവരം ബീർബൽ പറഞ്ഞപ്പോൾ പാദുഷായും വിചാരിച്ചത് ഇത് തന്നെയാണ്. ഞാനിപ്പോൾ രാജകുമാരിയെ കണ്ടില്ല എന്ന് കരുതി പറഞ്ഞാൽ നോക്കിയിട്ട് ഒരു രാജകുമാരിയെ അവിടെ ഞാൻ കണ്ടില്ല, അതാണ് സത്യം. പക്ഷേ ഞാനിപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സേവകരെ എല്ലാം കരുതുക ഞാനും ഉത്തമ കുലജാതനല്ലെന്നാ. അല്ലെങ്കിലോ ഈ രാജാവ് അത്ര നല്ല മനസ്സുള്ള ആളൊന്നുമല്ല. ഈ അക്ബർ പാദുഷ ഇത്തിരി കുടിലതയും കുതന്ത്രങ്ങളും സൂത്രങ്ങളും ഒക്കെ ഉള്ള ആളാണ് എന്ന് കരുതും. അതും അല്ലെങ്കിൽ പാദുഷ സത്യസന്ധനം വിറ്റില്ല, സത്യസന്ധനാണെങ്കിൽ രാജകുമാരിയെ കാണുമായിരുന്നില്ലേ, ഇതിപ്പോൾ കണ്ടില്ലല്ലോ, അതുകൊണ്ട് സത്യസന്ധനുമല്ല എന്ന് കരുതും. ഇതൊന്നുമല്ലെങ്കിലോ അതിലും വലിയ അപകടം കിടക്കണത് ഇപ്പം പാട്ടമഹിഷി എങ്ങാനും നടപ്പുകാരിയാണോ, അതിലും വലിയൊരു കെണി. എൻ്റെ ഒന്നും വേണ്ട, രാജകുമാരിയെ കാണാണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ എന്ന് കരുതി പാദുഷ എന്ത് പറഞ്ഞു ബീർബലിനോട്, അങ്ങൊന്ന് ഇങ്ങോട്ട് മാറി നിന്ന് നോക്കൂ, ആ ജനലിൻ്റെ ഈ വശത്തു നിന്ന് അങ്ങേ പതുക്കെ നോക്കുന്നുണ്ട് രാജകുമാരി എന്നാണ് എനിക്ക് തോന്നണത്, ഞാൻ കാണാനുണ്ട് എന്ന്. ഞാൻ നോക്കട്ടെ ബീർബൽ, നോക്കട്ടെ എന്ന് പറഞ്ഞ കണ്ണക്കൊന്ന് തിരുമ്മി കണ്ണക്കൊന്ന് തുടച്ച് മുഖക്കൊന്ന് തുടച്ച് പാദുഷ നോക്കി, ആഹാ രാജകുമാരി സ്വാഗതം, ആ ഒരു സൗന്ദര്യത്തിടമ്പ് തന്നെ. ഇതാണ് പാദുഷയുടെ ആദ്യത്തെ വാക്യം. അപ്പോൾ അതെയോ നന്ദി പാദുഷ, നന്ദി, അങ്ങ് എൻ്റെ സൗന്ദര്യത്തിൽ വളരെ അഭിനന്ദിച്ചല്ലോ എന്നെ, അങ്ങേക്ക് നന്ദി, എൻ്റെ വക നന്ദി. അപ്പോൾ ശരി എപ്പോഴാണ് നമുക്ക് എൻ്റെ കൊട്ടാരത്തിലേക്ക് വരൂ രാജകുമാരി, നമുക്കിപ്പോൾ പോകാം, വേഗം വരൂ, ഇറങ്ങി വരൂ, അല്ലെങ്കിൽ വേണ്ട അവിടെ നിന്നോളൂ, ഞാൻ അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് പാദുഷ കൊട്ടാരത്തിനകത്തേക്ക് രാജകുമാരിയെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ബീർബൽ പറഞ്ഞു, അങ്ങ് ഈ സാധാരണ രാജാവിൻ്റെ വസ്ത്രമോട്ട് വന്ന സ്വർഗത്തിലെ രാജകുമാരിക്ക് ഒരു ഇതും തോന്നില്ല, ഒരു ബഹുമാനവും തോന്നില്ല. ഞാൻ അങ്ങേക്ക് സ്വർഗത്തിലെ നല്ല വസ്ത്രം കൊണ്ടുവന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാനത് അങ്ങോട്ട് തരാം, അതൊക്കെ ധരിച്ചിട്ടാ പൊക്കോളൂ. ഓഹോ അങ്ങനെയാണ്, കൊട്ടാരത്തിനകത്ത് കടക്കണമെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങൾ പോരാ, സ്വർഗത്തിലെ വസ്ത്രങ്ങൾ വേണം, അത് തരാൻ ഞാൻ അങ്ങേക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇട്ടേക്കണ വസ്ത്രങ്ങളൊക്കെ അങ്ങോട്ട് അഴിച്ച് രാജകീയമായ സ്വർഗീയമായ വസ്ത്രങ്ങൾ കൊടുത്തു. പാദുഷ അതൊക്കെ ധരിച്ചു, നല്ല മുട്ടുകാർ. അപ്പം മറ്റുള്ളവർ ചോദിച്ചു, അങ്ങനെ കൂടെ ഞങ്ങൾക്ക് വരാം, നിങ്ങൾക്കൊണ്ട് ഞാൻ വസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ തരാം, നിങ്ങളുടെ വസ്ത്രങ്ങൾ അഴിച്ചോളൂ, ഓരോരുത്തരുടെ അഴിച്ചോളൂ എന്ന് പറഞ്ഞത് കേട്ടെ. ഉടനെ ദിവാൻ തന്നെ ഈ വസ്ത്രം അഴിച്ചു, ഇതാ അങ്ങേക്കൊരു കോട്ട പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കണതായിട്ട് അഭിനയിച്ചതല്ലാണ്ട് കിട്ടിയോ? ദൈവം മിണ്ടിയില്ല, തനിക്കൊന്നും കിട്ടിയില്ലാന്ന്. കാരണം താൻ ഉന്നത പോലെ ജാതനല്ലാത്തതുകൊണ്ടാണ് ഈ ഷർട്ട് കാണാത്തെന്ന്, കോട്ട് കാണാത്തെന്ന് പറഞ്ഞാലോ മിണ്ടിയില്ല. കോട്ട് ഇടണ പോലെ ഇങ്ങോട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞ് പൈജാമ ഊരിക്കളഞ്ഞു, പൈജാമ വേറെ കൊടുക്കണ പോലെ അഭിനയിച്ചു, പൈജാമ ഇടണ പോലെ അഭിനയിച്ചു. ആ അഭിനയമേ ഉള്ളൂ, ഒരു വസ്ത്രമില്ല ദിവാന് സ്വർഗത്തിലേന്ന് കൊണ്ടുവന്ന വസ്ത്രം കൊടുത്തു എന്നാണ് അഭിനയം. ദിവാൻ അതൊക്കെ ധരിച്ചു എന്നും അഭിനയിച്ചു, പാദുഷയുടെ കൂടെ പോയി. അങ്ങനെ എല്ലാവർക്കും കൂടെ വന്നവർക്കൊക്കെ എല്ലാവർക്കും സ്വർഗത്തിലെ വസ്ത്രം ഇതഴിച്ചോളൂ, എന്നിട്ട് ഇതിട്ടോളൂ, ഇതങ്ങോട്ട് അഴിച്ചോളൂ, ഇതിട്ടോളൂ എന്നെല്ലാവരോടും പറഞ്ഞു. ഓരോരുത്തർ വന്നു. ഇവരെ ഈ വസ്ത്രങ്ങൾ അഴിച്ചിട്ടിട്ട് വേറെ ധരിച്ചു എന്ന് പറഞ്ഞ ദിവാനെ നോക്കുമ്പോൾ എന്താ, ദിവാനൊരു തുണി കൊടുത്തിട്ടില്ല, നഗ്നനാണ് അദ്ദേഹം. കാണാനുണ്ട്, പക്ഷെ അത് പറഞ്ഞാലോ തൻ്റെ അന്തസ്സല്ലേ പോവുക, തനിക്ക് കാണാൻ പറ്റാഞ്ഞിട്ടാണ്, തൻ്റെ ഭാര്യ ഉത്തമയല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെയല്ലേ മനുഷ്യർ ധരിക്കാൻ. വേണ്ടിയില്ല, ഒരാളും തമ്മിൽ വേണ്ടിയില്ല. എല്ലാ സേവകരും കൊട്ടാരത്തിൽ നിന്ന് കൂടെ വന്ന സേവകരും ദിവാന്മാരും ഒക്കെ എന്തുണ്ടായി, വസ്ത്രങ്ങളങ്ങോട്ട് ഉരിഞ്ഞ് നഗ്നരായി. ബീർബൽ ഇങ്ങനെ കൊടുക്കണതായിട്ട് അഭിനയിക്കും, അവരിങ്ങനെ ഇടുന്നതായിട്ട് അഭിനയിക്കും.
അക്ബർ ബാദുഷായ്ക്കും ഉണ്ട് വസ്ത്രം, നല്ല വസ്ത്രം, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രം തന്നെ. ബീർബലിനും ഉണ്ട് വസ്ത്രം, നല്ല സുഖമായ വസ്ത്രം തന്നെ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് എല്ലാവരും കൂടെ പോകാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ വാതിൽ തുറന്നിട്ടില്ലല്ലോ ഇതുവരെ. വാതിലങ്ങോട്ട് തുറക്കാൻ ബീർബൽ പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ ബീർബൽ പറഞ്ഞു, നിൽക്കൂ, ഞാൻ മാത്രം പോയി ചോദിച്ചിട്ട് വരാം, രാജകുമാരി വരാൻ തയ്യാറല്ലേന്ന്, എന്നിട്ട് നിങ്ങളൊക്കെ വന്നാൽ മതി എന്നും പറഞ്ഞു. അപ്പോഴേക്കും ബീർബൽ അകത്തേക്കും കടന്നു, കഥ നടന്നു. ചക്രവർത്തി പോലും പുറമേ നിൽക്കണം, മിണ്ടിയില്ല. നോക്കി ഏതായാലും ബീർബൽ വരട്ടെ, രാജകുമാരിയെ കണ്ട് സംസാരിക്കാനല്ലേ പോയിക്കണേ. ബീർബൽ അവിടെയൊക്കെ കിടന്ന് ചുറ്റി കിടന്നു. എന്ത് രാജകുമാരി? ഒരു വകയില്ല, രാജകുമാരി ഇല്ല, ഒന്നുമില്ല അവിടെ, അറിയാലോ. വേഗം അവിടെ തിരുവാനം കഴിഞ്ഞിട്ട് വാതിൽ തുറന്നു. തിരുവാനം ക്ഷമിക്കണം, എനിക്ക് അങ്ങയോട് പറയാൻ വിഷമമുണ്ട്, പക്ഷെ പറയാണ്ട് നിവർത്തിയില്ലല്ലോ, പുറത്തേക്ക് വരാൻ സമയമായിട്ടില്ല എന്നാ രാജകുമാരി പറഞ്ഞത്. ആ മുറിക്ക് പുറത്തേക്ക് ഇങ്ങോട്ട് വരാനായിട്ട് രാജകുമാരിക്കൊരു സമയമുണ്ട്, ആ സമയത്ത് വരുള്ളൂ, ആയിട്ടില്ല. അങ്ങയോട് സന്തോഷത്തോടെ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ വരാം എന്ന്, പിന്നീട് ഒരിക്കൽ അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് വരാൻ തയ്യാറാകുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞേക്കണത്. ദുഷയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ബീർബലിനെ 2 അടിയൊക്കെ വെച്ച് കൊടുക്കാൻ തോന്നി. പക്ഷേ എതിർത്ത് വല്ലതും പറയാൻ നിർത്തിയിട്ടുണ്ടോ? രാജകുമാരി പിണങ്ങി പോയാലോ എന്ത് വെച്ച് അക്ബർ ബാദുഷ ഒന്നും വേണ്ടിയില്ല. താൻ ആഘോഷമായിട്ട് കൊണ്ടുപോകാൻ വലിയൊരു ഘോഷയാത്രയായിട്ടല്ലേ വന്നേക്കണേ. ഉടൻ തന്നെ പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, ഘോഷയാത്ര തിരിച്ചു പോകാം എന്ന് പറഞ്ഞു. പക്ഷേ ഇനി പോകുമ്പോൾ ഏതായാലും വന്നില്ലേ, നമുക്ക് പട്ടണത്തിൽ കൂടി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചേ എന്ന് പറഞ്ഞു ബീർബൽ. ആയിക്കോട്ടെ, പട്ടണത്തിൽ കൂടെ തന്നെ നമ്മുടെ ഘോഷയാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ബാദുഷായും ബീർബലും ഏറ്റവും മുമ്പിൽ സ്വർഗത്തിലെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല സുന്ദരകുട്ടപ്പന്മാരായിട്ട്, പിന്നാലെ പുറകെ ദിവാനുണ്ട്, പല ദിവാന്മാരുണ്ട്, കൊച്ചു ദിവാന്മാരുണ്ട്, പിന്നെ അവിടുത്തെ വലിയ ഉദ്യോഗസ്ഥരുണ്ട്, ആവൽക്കാരുണ്ട്, പടയാളികളുണ്ട്, എല്ലാവർക്കും വസ്ത്രമുണ്ടോ? വസ്ത്രമൊക്കെ സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന വസ്ത്രമൊക്കെ അഴിച്ചിട്ടു. സ്വർഗത്തിലെ വസ്ത്രം ഈ കൊടുത്തു അഭിനയിക്കലാണ്ട് ബീർബലൊന്നൊരു വസ്ത്രവും കൊടുത്തിട്ടില്ല. അപ്പം ചുരുക്കത്തിൽ നഗ്നരൂപികളായിട്ട് വസ്ത്രമില്ലാതെയാണ് ഈ രാജ്യസേവകർ, കൊട്ടാരം സേവകന്മാരൊക്കെ പോണത്. അങ്ങനെ തെരുവിലൂടെ പോയപ്പോൾ ആൾക്കാർ തമ്മി പറഞ്ഞറിഞ്ഞു, മഹാരാജാവിൻ്റെ അക്ബർ ബാദുഷായുടെ ഘോഷയാത്ര വരണു, അതിൽ രാജ്യസേവകരാരും വസ്ത്രമില്ലാതെയാണ് നടക്കുന്നത്, അവർ നഗ്നരായിട്ടാണ് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതെന്ന് കേട്ടപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു അത്ഭുതം. അയ്യോ, ഇത്രയും വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ വസ്ത്രം ധരിക്കാതെ ഘോഷയാത്ര വരെ, എന്തിനു കഥ, ഇതൊന്നും കാണണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നു. എല്ലാവരും വന്നപ്പോൾ ശരിയാ, ഒന്നും നോക്കും, ഇങ്ങനെയുണ്ട്. ഈ പ്രായം തികഞ്ഞ ഉത്തമ പുരുഷന്മാരായി ഇത് നമ്മൾ കരുതി ബഹുമാനിച്ചുകൊണ്ടിരിക്കണവരൊക്കെ വസ്ത്രമില്ലാതെ നഗ്നരൂപികളായിട്ട് പോവച്ച സ്ത്രീകളൊന്ന് നോക്കി കഴിഞ്ഞിട്ട് നന്നാവുമായിരുന്നു. പുരുഷന്മാരെ നോക്കാൻ പാടും നഗ്നമായിട്ടിരിക്കണവരെ വേഗം ഇങ്ങോട്ട് തിരിഞ്ഞു. അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു കുട്ടി എതിരെ ഓടി വരുന്നു. ആ കുട്ടി പറഞ്ഞു, ഇവരൊന്നും വസ്ത്രം ഉടുത്തിട്ടില്ലല്ലോ, ഇവർക്ക് ആർക്കും തോന്നിയില്ലല്ലോ. ഉടൻ തന്നെ ആ കുട്ടി ഉറക്കനെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ദേ രാജ്യസേവകന്മാരെല്ലാം നമ്മുടെ ദിവാനുണ്ട്, ദേ വസ്ത്രം ഉടുക്കാതെ ഘോഷയാത്രയിൽ വരുന്നു, നമ്മുടെ ദിവാൻ വസ്ത്രമെടുക്കാതെ ഘോഷയാത്ര നയിക്കുന്നു, നമ്മുടെ രാജ്യസേവകന്മാരെല്ലാം വസ്ത്രമെടുക്കാതെ ബാദുഷായെ പിന്തുടരുന്നു എന്നങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. ആൾക്കാർ ഇത് കേട്ടപ്പോൾ ശരി, അന്നും തമ്മി അവരും നോക്കി, സംഗതി ശരിയാ, ഒരു കൂട്ടർക്കും വസ്ത്രമില്ല. ഉടൻ തന്നെ ബാദുഷായും വിചാരിച്ചു, ഇതെന്താ ഇത്, അപ്പോൾ ഇങ്ങനെ വന്ന് ബീർബലിൻ്റെ ഇത് ഘോഷയാത്ര തിരിച്ചങ്ങോട്ട് പോവുക, പട്ടണത്തിൽ കൂടിയാണ് പോകുന്നത്. പട്ടണത്തിൽ ഒന്നും മറ്റുള്ള കുട്ടികൾ, ഈ ഒരു കുട്ടി ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ദേ വരണോ, വസ്ത്രം എടുക്കാതെ കേട്ട് നമ്മളെ രാജപുരോഹിതന്മാരും ദിവാന്മാരും ഒക്കെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ മറ്റു കുട്ടികളും ഒക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്ത് പറഞ്ഞു, അതിലപ്പോൾ ഈ ഉദ്യോഗസ്ഥരിൽ ദിവാന്മാരിൽ ഒരാൾക്ക്
ഒരു കുരിഷ്ടു ബുദ്ധി തോന്നി. നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ബീർബലിനെ നാട് കടത്താൻ ആലോചിച്ചതാണ്. തീട്ടിച്ചിട്ട് സ്വർഗത്തെ പറഞ്ഞേക്കാൻ നോക്കി, നാട് കടത്താൻ പല ഉത്തരവ്. അതിന് പകരമായിട്ട് നമ്മളെ നാണം കടത്തുന്ന പണിയാണ് ഈ ബീർബൽ ചെയ്തത്. ഇത് പറയാണ്ട് പറ്റില്ല, ഇപ്പം പറയാണ്ട് പറ്റില്ല എന്ന് കരുതി ആ ദിവാൻ എന്ത് ചെയ്തു, പാദഷായോട് പറഞ്ഞു, ഞാനൊരു പക്ഷേ ഉന്നത കുലജാതനല്ലായിരിക്കാം, എൻ്റെ ഭാര്യ ഉത്തമ സ്ത്രീ അല്ലായിരിക്കാം, ഞാൻ സത്യസന്ധനല്ലായിരിക്കാം, ഞാൻ നിർമ്മല ഹൃദയനും അല്ലായിരിക്കാം, അതുകൊണ്ടാകാം എനിക്ക് രാജകുമാരിയെ കാണാൻ പറ്റാത്തതും എനിക്ക് വസ്ത്രങ്ങൾ, സ്വർഗത്തിലെ വസ്ത്രങ്ങൾ ഞാൻ ധരിച്ചിട്ടുണ്ടെന്നുള്ള തോന്നലുണ്ടായിട്ടുള്ളത്. പക്ഷേ ബീർബൽ നിങ്ങളോടെല്ലാവരോടും ഇതുപോലെ തന്നെ ചെയ്തേക്കണം. എല്ലാവരെയും നാണം കെടുത്തിയിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പം മനസ്സിലാക്കിക്കോളൂ. എനിക്കിത് പറയാതെ കണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ്, പക്ഷെ ഇത് കുറച്ച് അതിര് കടന്നതായി. ഇത് എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് നാണം കടത്തിയത് മഹാ കഷ്ടമായി. ബീർബലിനെ ഇതിനെ മുക്കാലി കെട്ടി അടിക്കുക വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേറെ ആൾ ചോദിച്ചു, താനെന്തോടെ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് ശരിയാണ്, അത് തന്നെയാണ് ശരി. ഈ ബീർബൽ നമ്മളെ എല്ലാം വിഡ്ഢികളാക്കിയിരിക്കുകയാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ കുട്ടി വിളിച്ച് പറഞ്ഞതാണ് സത്യം. നമുക്കൊന്നും ഒരു വസ്ത്രവുമില്ല. ഇയാൾ വസ്ത്രം തന്നു എന്ന് പറയുന്ന വസ്ത്രം എവിടെ കാണാനുണ്ടോ? നമുക്ക് അനുഭവം ഉണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ വസ്ത്രം അഴിച്ചു കളയിപ്പിച്ചു, നമുക്ക് വസ്ത്രം പിന്നോട്ട് തന്നുമില്ല. ഇപ്പം നമ്മളൊക്കെ ഈ നടക്കുന്നത് വിവസ്ത്രരായിട്ടാണ്. അതുകൊണ്ട് സ്വർഗീയ വസ്ത്രങ്ങളും സ്വർഗീയ രാജകുമാരിയും എല്ലാം കള്ളത്തര. പാദുഷായ്ക്ക് മാത്രം ഒരു നല്ല വസ്ത്രം കൊടുത്തു, അയാളും വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ബീർബലും വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അല്ലാതെ കണ്ട് മറ്റുള്ളവരെയൊക്കെ നഗ്നരാക്കിയിട്ട് തെരുവിലൂടെ നടത്താനുള്ള ബീർബലിൻ്റെ ഒരു കഥയാണ്. രാജകുമാരിയെ കാണാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ് പാദുഷായെയും നമ്മളെയും ഒക്കെ. ഏപ്പെട്ട രാജകുമാരി, അതൊക്കെ ബീർബലിൻ്റെ ഒരു കെട്ടുകഥയാണ്, എനിക്കറിയാം. അപ്പോൾ ഉടൻ തന്നെ ബീർബൽ ചക്രവർത്തി, ബീർബൽ സത്യാവസ്ഥ എന്താ ബീർബൽ, ഇവർ ഈ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബീർബലിന് വാസ്തവമുണ്ട്. അങ്ങ് എന്നോട് കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞില്ലേ, ഇന്ന് വരെ ലോകത്തിൽ നടന്നുകൂടാത്ത ഒരു കാര്യം ഇവിടെ നടത്തി കാണിക്കണം. അത് നഗരത്തിൽ കൂടെ ജീവിതം നയിക്കുന്ന എല്ലാ നഗരവാസികൾ കാണുക വേണം, അവരെ കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം. ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യം ഇവിടെ സംഭവിക്കണമെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് അതിന് ശ്രമിക്കാമെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട്. ശ്രമിക്കാമെന്നും പറഞ്ഞു. താൻ എൻ്റെ കയ്യിൽ നിന്ന് കുറേ പണം വേണമെന്ന് പറഞ്ഞു പണം മേടിച്ചിട്ട് പോവുകയും ചെയ്തു. എന്നിട്ട് ആ കാര്യം നടന്നോ ബാദുഷ? ഇല്ല. അത് നടക്കണമെങ്കിൽ അതിന് മുമ്പ് താൻ മരിച്ചു പോയില്ലേ? മരിച്ചു പോയിട്ട് പിന്നെ താനിപ്പോൾ വന്നതല്ലേ? പ്രഭോ, ഞാൻ മരണശയ്യയിൽ കിടന്നതും മരിച്ചതായി അങ്ങ് അറിഞ്ഞതും എല്ലാം എൻ്റെ അഭിനയമായിരുന്നു. ഞാനൊന്നും മരിച്ചു പോയിട്ടില്ല. പക്ഷെ അങ്ങക്ക് അത് വിശ്വസിക്കേണ്ടി വന്നില്ലേ? അതുപോലെ ഞാൻ ഈ സ്വർഗത്തിൽ നിന്ന് വസ്ത്രങ്ങൾ കൊണ്ടുവന്നു, രാജകുമാരിയെ കൊണ്ടുവന്നു എന്ന് പറയണതൊക്കെ അഭിനയം തന്നെയായിരുന്നു. ദിവാൻ്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വസ്ത്രങ്ങൾ ഞാൻ മേടിച്ചു എന്ന് അഴിച്ച് വച്ചിട്ട് വേറെ വസ്ത്രം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതും എൻ്റെ അഭിനയം തന്നെയായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോഴേ ഇയാൾ ഈ നേരത്തെ ഒരു ദിവം വിളിച്ചും പറഞ്ഞു, ഇത് ബീർബൽ നമ്മളെ വിഡ്ഢിയാക്കിയതാണ്. പാദുഷായ്ക്കോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ ഇപ്പോൾ? അപ്പോൾ ബീർബൽ ചോദിച്ചു, ഞാൻ അങ്ങയോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ? ഇതിനു മുമ്പ് ഇങ്ങനൊരു കാര്യം കേട്ടിട്ടുണ്ടോ? സ്വർഗത്തിൽ നിന്ന് രാജകുമാരി വന്നു. ഇതിനു മുൻപ് ഇങ്ങനെ നഗ്നരൂപികളായ കൊട്ടാരം ഉദ്യോഗസ്ഥർ, അക്ബർ പാദുഷായുടെ സേവകന്മാരൊക്കെ നഗ്നരൂപികളായിട്ട് വസ്ത്രങ്ങളില്ലാതെ കണ്ട് ഒരു ഘോഷയാത്ര നടത്തി ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ല. എന്നാൽ അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഒപ്പിച്ചെടുത്തത്. കേട്ടപ്പോൾ അക്ബർ പാദുഷായ്ക്ക് ചെയ്തി വന്നിട്ടൊരു പൊറുതിയില്ല. അദ്ദേഹം അങ്ങ് പൊട്ടി ചിരിച്ചു. അത് കണ്ടു നിന്ന് മറ്റു വസ്ത്രങ്ങളില്ലെങ്കിലും മറ്റു സേവകന്മാരെല്ലാവരും ഒപ്പം തല കുട്ടി നിന്ന് ചിരിക്കാനും തുടങ്ങി.
ബീർബൽ തലയും കുനിച്ച് നിന്ന് പാദുഷ അങ്ങ് എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിൽ തന്നോളൂ എന്ന് പറഞ്ഞ് കാൽക്കൽ വീണ് നമസ്കരിക്കാൻ തുടങ്ങി. തനിക്കൊരു ശിക്ഷയില്ലാടോ, കൊട്ടാരത്തിൽ ചെന്നിട്ടാകാം തനിക്ക് ഞാൻ കുറേ സമ്മാനങ്ങളൊക്കെ തരാം, തന്നെ ശിക്ഷിക്കാൻ എനിക്ക് പറ്റില്ലട എന്നും പറഞ്ഞ് വളരെ സന്തോഷത്തോടെ എല്ലാവരും കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇതാണ് സ്വർഗത്തിലെ രാജകുമാരി എന്ന് പറയുന്ന ബീർബലിൻ്റെയും അക്ബർ പാദുഷയുടെയും സംയുക്തമായ കഥ. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഗുണമാണ് എന്താ? ഒരാൾ പറഞ്ഞാൽ അതേപടി അങ്ങോട്ട് വിശ്വസിക്കരുത്. വസ്ത്രം അഴിക്കാൻ പറഞ്ഞിട്ട് വേറെ വസ്ത്രം തമ്പായിട്ട് അഭിനയിച്ച് വേറെ വസ്ത്രമൊന്നുമില്ല എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവില്ലേ? എന്തിനു ഭയപ്പെടണം? ബീർബൽ തൻ്റെ വസ്ത്രമൊന്നുമില്ല, വസ്ത്രം തരൂ, അല്ലാണ്ട് ഞാൻ ഇത് അഴിക്കില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല സേവകര്? അങ്ങനെ ഒരാളെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളൊരു ഗുണപാഠം കൂടി ഈ കഥയിലുണ്ട് കേട്ടോ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഈ കഥകൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ, മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. എൻ്റെ ചാനൽ കാണാൻ പ്രേരിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കണം. എന്താണെന്നോ അങ്ങനെ പറയണേ? ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചിയല്ലേ? ആയിക്കോട്ടെ, നന്ദി.